ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അലങ്കാരങ്ങൾ അല്ലെങ്കിൽ താളവരിസകളാണ്. നമ്മൾ സപ്തസ്വരങ്ങൾ 7 സ്വരങ്ങൾ പഠിച്ചിരുന്നുവല്ലോ. അതുപോലെ തന്നെ അലങ്കാരങ്ങളിൽ സപ്തതാള അലങ്കാരങ്ങൾ 7 താളങ്ങളുള്ള അലങ്കാരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 7 താളങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. 7 താളങ്ങൾ: ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ജംബതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിങ്ങനെ 7 താളങ്ങളാണ് സപ്തതാളങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ താളങ്ങൾക്ക് ഓരോ ചിഹ്നങ്ങൾ, അതായത് അംഗങ്ങൾ അങ്ങനെയുണ്ട്. അതിൽ ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിൽ അതിലെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിൻ്റെ ചിഹ്നം ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ താളമായ മധ്യതാളത്തിൻ്റെ ചിഹ്നം ലഘു, ദ്രുതം, ലഘു. അതുപോലെ രൂപകതാളത്തിൻ്റെ ചിഹ്നം ദ്രുതം, ലഘു. ജംബതാളം ലഘു, അനുദ്രുതം, ദ്രുതം. ത്രിപുടതാളം ലഘു, ദ്രുതം, ദ്രുതം. അടതാളം ലഘു, ലഘു, ദ്രുതം, ദ്രുതം. ഏകതാളം ലഘു. അതായത് ഈ ലഘു, ദ്രുതം, അനുദ്രുതം ഇതൊക്കെ എന്താണെന്ന് ഇനി പറഞ്ഞു തരാം. ലഘു എന്ന് വെച്ചാൽ അടിച്ച് വിരലെണ്ണുന്നതിനെയാണ് ലഘു എന്ന് പറയുന്നത്. ദ്രുതം എന്ന് വെച്ചാൽ അടിച്ച് വീശുന്നതിനാണ് ദ്രുതം എന്ന് പറയുന്നത്. അതുപോലെ അനുദ്രുതം എന്ന് വെച്ചാൽ അടിച്ച് മാത്രമുള്ളതിനാണ് അനുദ്രുതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലഘുവിലും ദ്രുതത്തിലും അനുദ്രുതത്തിലും ഓരോ അക്ഷരങ്ങളുണ്ട്. സംഗീതത്തിൽ ഈ അക്ഷരങ്ങളെ കൂടാതെ 5 ജാതികളാണ് സംഗീതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ജാതികളെ പഞ്ചജാതി എന്നാണ് പറയുന്നത്. ഈ 5 ജാതികൾ തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം എന്നിങ്ങനെ 5 പേരിലാണ് അറിയപ്പെടുന്നത്. തിസ്രം എന്ന് വെച്ചാൽ 3 അക്ഷരം, ചതുരസ്രം 4, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9. ഇങ്ങനെയാണ് 5 ജാതികളുടെ അക്ഷരങ്ങൾക്ക് 5 ജാതികളിലെ പേരുകളിലുള്ള ആ ജാതിക്ക് പറയുന്ന അക്ഷരങ്ങൾ. തിസ്രം 3, ചതുരസ്രം 4, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9 എന്നിങ്ങനെ 5 ജാതികളിലായിട്ട് ഓരോ അക്ഷരങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ അക്ഷരം വെച്ചിട്ടാണ് നമ്മുടെ സംഗീതത്തിൽ 7 സപ്തതാളങ്ങൾ. അതായത് ലഘു, ഈ ലഘു എന്ന് പറയുന്ന ചിഹ്നത്തിൽ നമ്മുടെ ഈ 5 ജാതിയിലെ ഏതക്ഷരം വേണേലും കൊടുക്കാം. നമ്മൾ താളമിടുമ്പോൾ ഈ 5 ജാതിയിലുള്ള ഏതക്ഷരങ്ങൾ വേണേലും താളത്തിൽ നമുക്ക് എത്ര വേണേലും എണ്ണി താളമിടാൻ പറ്റും. അതാണ് ലഘു. പിന്നെ ദ്രുതം എന്ന് വെച്ചാൽ ദ്രുതത്തിന് 2 അക്ഷരം മാത്രമേ ഉള്ളൂ. ദ്രുതം അടി, വീശ് ഇതാണ് സൂചിപ്പിക്കുന്നത്. 1, 2 അങ്ങനെ 2 അക്ഷരം മാത്രമേ ദ്രുതത്തിൽ വരുന്നുള്ളൂ. അനുദ്രുതത്തിൽ അടി മാത്രമായതുകൊണ്ട് ഒരക്ഷരം മാത്രമേ അനുദ്രുതത്തിൽ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചതുരസ്ര ജാതി എന്ന് വെച്ചാൽ നമ്മുടെ ധ്രുവതാളം ലഘു, ദ്രുതം, ലഘു, ലഘു ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന ചിഹ്നം വെച്ചിട്ട് നമ്മൾ ഈ 5 ജാതിയിലുള്ള ഏത് അക്ഷരം വേണേലും ലഘുവിൽ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ലഘുവിൽ നമ്മുടെ ഫസ്റ്റ് ജാതിയായിട്ടുള്ള തിസ്ര ജാതി 3 അക്ഷരം അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലഘുവിൽ 3 അക്ഷരം വരും, ദ്രുതത്തിൽ 2, പിന്നെ ലഘു ലഘു ആണ് വരുന്നത്. 3 + 2 +
പിന്നെ ലഘു ലഘു 3 + 3 ഈക്വൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കണക്ക് എത്രയാണ് വരുന്നത് ആ അത്രയും സംഖ്യയാണ് നമ്മുടെ ആ താളത്തിൽ വരുന്നത്. അതായത് തിസ്ര ജാതി ധ്രുവതാളം എന്നാണ് അതിന് പറയുന്നത്. 3, 2, 5, 5, 3, 8, 8, 3, 11, 11 അക്ഷരം. അങ്ങനെ ഓരോ ജാതിയിലുള്ള ജാതികളും വെച്ചിട്ട് നമുക്ക് ഈ 7 സപ്തതാളങ്ങളെയും നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. മാത്സ് പോലെ, മ്യൂസിക്കിലെ മാത്സാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഈ 5 ജാതികളും വെച്ച് ഈ 7 സപ്തതാളങ്ങളെയും നമുക്ക് കണക്ക് ചെയ്ത് നമ്മുടെ ഓരോരോ ഇപ്പോൾ തിസ്രം വെച്ചിട്ട് ഈ 7 താളങ്ങളെയും ചെയ്യാൻ പറ്റും. തിസ്രജാതി ധ്രുവതാളം, തിസ്രജാതി മധ്യതാളം, തിസ്രജാതി രൂപകതാളം, ചമ്പതാളം, അങ്ങനെ എല്ലാ താളങ്ങളും. അതുപോലെ തന്നെ അടുത്ത ജാതിയായിട്ടുള്ള ചതുരസ്രം വെച്ചിട്ടും നമുക്ക് ഈ 7 താളങ്ങളെയും കണക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ജാതികളും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ കണക്ക് വെച്ചിട്ടുള്ള ഒരു സപ്തസ്വരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പേരാണ് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ 5 ജാതികളും 7 സപ്തതാളങ്ങളും വെച്ചിട്ട് നമ്മൾ പാടുന്ന ഈ അലങ്കാരം, അതായത് താളവരിശകൾ, ഇതിൽ എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാലും ഇതിൻ്റെ കുറച്ച് ജാതികളും കുറച്ച് താളങ്ങളും വെച്ചിട്ടുള്ള കുറച്ച് അലങ്കാരങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം.